പ്രണയവസന്തം നാടറിയുമ്പോൾ വണ്ടിമന്ത്രിക്കെന്തേ കോപം? ഹാ തരുണി മണികൾ അണയുമ്പോൾ സിരകളിലേതോ പഴയ വികാരം ഉരുളുകയാണിന്നു മന്മഥൻ. ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. യെസ്, 5000 പ്രണയങ്ങൾ. എന്താ ഇതിനപ്പുറം യോഗ്യത വേണോ ഒരു ഗതാഗത മന്ത്രിക്ക്? വകുപ്പ് ഗതാഗതമാണല്ലോ. ഗതാഗതം എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് പോകേണ്ട ഇടങ്ങളിൽ കൃത്യമായിട്ട് നമ്മളെ കൊണ്ടുപോകാനും കൊണ്ടുവിടാനും ഒക്കെയുള്ള ഒരു സംവിധാനം. എപ്പോഴും ആഗ്രഹിക്കുന്നവർക്കും ആവശ്യക്കാർക്കും എല്ലാം നമ്മൾ അവൈലബിൾ ആയിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഗതാഗത വകുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗതാഗത മന്ത്രിയും ആ വകുപ്പിനോട് നീതി പുലർത്തുന്ന കാര്യം ചെയ്തു, അത്രയേ ഉള്ളൂ. ആവശ്യക്കാരായവർ കൈ കാണിക്കുമ്പോൾ പിന്നെ അത് സ്ത്രീകളായി പോയി എന്ന് മാത്രം. കൈ കാണിച്ചത് കൂടുതലും സ്ത്രീകളായിരുന്നു. അവർക്കൊക്കെ വേണ്ടി നിർത്തിക്കൊടുത്തു, അവരുടെയൊക്കെ ആവശ്യം നിറവേറ്റി കൊടുത്തു, അവരെയൊക്കെ ഇറക്കേണ്ട ഇടങ്ങളിൽ കൃത്യമായിട്ട് ഇറക്കി. ചിലരൊന്നും ഇറങ്ങേണ്ട സ്റ്റോപ്പായിട്ടും ഇറങ്ങിയില്ല, അപ്പോൾ അവരെ ഇറക്കേണ്ട രീതിയിൽ ഇറക്കി വിട്ടു. ഇതിപ്പോൾ ആദ്യമായിട്ടല്ലല്ലോ വണ്ടിയിലെ യാത്രക്കാരികൾ പരാതിയും ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. വണ്ടിയിൽ 10,000 പേരെ കുത്തി നിറച്ച് പോകുമ്പോഴേ ചിലർക്ക് എന്തെങ്കിലുമൊക്കെ പരിക്കൊക്കെ ഏറ്റെന്ന് വരും. 5000 പേരെയൊക്കെ ഒരു വണ്ടിയിൽ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമാണോ? എന്നോ ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം കയ്യാല ചാടുന്നതും മരത്തെ കെട്ടിയിടുന്നതും അടികൊള്ളുന്നതും എല്ലാം സ്നേഹത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ വേറെ വല്ലവനും, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട വല്ലവന്മാരും സ്നേഹിക്കാൻ പോയാൽ അത് സ്ത്രീകളോടുള്ള അപമര്യാദ. ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഉണ്ടായപ്പോഴേ ഗോവിന്ദമ്യാഷ്ടറുടെ വലതുവശത്ത് വിയർപ്പ് പോലും തുടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ഉരുകി ഒലിച്ച് നിൽക്കുന്ന ഗണേശനണ്ണനെ കണ്ടപ്പോൾ ഇത്ര പെട്ടെന്ന് അവിടെ കയറി നിൽക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഇല്ല, ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് പല വീഡിയോകളിലും പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് നേരെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം ചാടി ഇറങ്ങുന്നത് ഗണേശനണ്ണനാണ്. അന്നേ ഞാൻ പറഞ്ഞില്ലേ കാര്യം, സ്ത്രീകൾ എന്താണ് ഏതാണ് എന്നൊക്കെ മൊത്തത്തിൽ അരച്ച് കലക്കി കുടിച്ചേക്കുക. ഏത് സ്ത്രീയെ പറ്റിയുമുള്ള കാര്യങ്ങൾ, അത് മാനസികമോ ശാരീരികമോ ആയ സംശയങ്ങളാകട്ടെ, നിങ്ങൾ സമീപിക്കേണ്ടത് ബഹുകുത്ത ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. കാരണം 1 2 അല്ല, 5000 യാത്രക്കാരികളെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. പൊട്ടൻ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു വാക്ക്. ഒരു മന്ത്രി പ്രത്യേകിച്ചും ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു വാക്ക്. അതിലേക്ക് കടക്കുന്നില്ല. അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും. വീണ്ടും പൊട്ടൻ, തലയ്ക്ക് സുഖമില്ലാത്തവർ, ഈ കാറ്റഗറിയിലൊക്കെ പെടുന്ന ജീവിക്കുന്ന മനുഷ്യർ നമുക്ക് ചുറ്റും ഉണ്ട് കേട്ടോ. പോട്ടെ, അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണ് പ്രണയിക്കാത്തവരെന്നല്ലേ? അപ്പോൾ എത്ര കൂടുതൽ പ്രണയിക്കുന്നോ അവർ അത്രത്തോളം പ്രശ്നരഹിതരായിരിക്കും. അണ്ണൻ പെർഫെക്റ്റ് ആണെന്നാണ് അർത്ഥം. അല്ലെങ്കിൽ പിന്നെ 5000 എണ്ണമൊക്കെ. ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. തരക്കേടില്ലല്ലോ അണ്ണാ, വണ്ടി നല്ല കണ്ടീഷൻ ആണല്ലോ, കൃത്യമായിട്ട് സർവീസൊക്കെ ചെയ്യണേ. ഈ 5000 ഇനി 10,000-ലോട്ടൊക്കെ കടക്കേണ്ടതാ. കട്ടപ്പുറത്താകാതെ നോക്ക്. ദുഷ്ടന്റെ സകല പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു മാറട്ടെ. നെഞ്ചിത്തൊട്ട് പ്രാർത്ഥിച്ചിട്ടും പാസ്റ്റർ അലറിക്കടന്ന് പ്രാർത്ഥിച്ചിട്ടും ദുഷ്ടന്മാരുടെ പദ്ധതിയൊക്കെ അങ്ങ് നടപ്പിലാവുകയാണല്ലോ മന്ത്രി. ഒരു കണക്കിന് എങ്ങനെ ദുഷ്ടന്മാരുടെ പദ്ധതി നടപ്പിലാകാതിരിക്കും? നിസാരമല്ലല്ലോ. 5000 അല്ലേ, 5000. അല്ല, എന്തിനാ ഈ മനസ്സിലാകുന്നില്ല? ഒരാളെ വ്യക്തിപരമായ കാര്യവും രാഷ്ട്രീയവും തമ്മിൽ എന്ത് ബന്ധം? തന്നെ ഒരു വ്യക്തിയും അയാളുടെ രാഷ്ട്രീയവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലേ? ഉറപ്പിച്ചോ? 3 തരം. എങ്കിൽ പിന്നെ വല്ലവനും വല്ല കയ്യാലം ചാടിയെന്ന് പറഞ്ഞ് അവൻ്റെ MLA സ്ഥാനം രാജിവെക്കണം, അവൻ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താകണം എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ആറാടിയത് എന്നാത്തിന്? ഉണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്നാണ് ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലം ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അത് മാത്രമല്ല, വ്യക്തിയും അയാളിലെ രാഷ്ട്രീയ പ്രവർത്തകനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ ആകാവോ? 5000 പേർക്കൊക്കെ സർവീസ് ഒരേ സമയമൊക്കെ കൊടുക്കാവോ? ശരീരഭാഷ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു. ഒരാൾ മദ്യപിക്കുന്നു രാഷ്ട്രീയ അയാളുടെ സൗകര്യമില്ലയോ? അല്ലാതെ പിന്നെ എന്നാ, ഒരുത്തൻ കള്ളു കുടിക്കുന്നു, അല്ല കഞ്ചാവ് അടിക്കുന്നു, അവൻ നാട് നീള പെണ്ണുങ്ങൾക്കെല്ലാം കൊച്ചുങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നു, അതൊക്കെ അവരുടെ സൗകര്യമില്ലേ? അല്ലേ അണ്ണാ? 5000 ഈ മോഡൽ വണ്ടിക്കൊക്കെ ഇത്രയും ഡിമാൻഡ്. അയാളുടെ സൗകര്യമില്ലേ അത്? ഇതേ സൗകര്യം തന്നെയല്ലേ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിലും പ്രയോജനപ്പെടുത്തിയത്. അന്നേരം പിന്നെ എന്നാ അവിടെ ഒരു നിയമം ഇവിടെ ഒരു നിയമം? നിങ്ങൾക്ക് സർവീസ് നടത്താമെങ്കിൽ പിന്നെ അവനും സർവീസ് നടത്തിക്കൂടെ?
വാർത്താസമ്മേളനം വിളിച്ച് മന്ത്രിക്കെതിരെ ഓ പിന്നെന്താ, ഓ അണ്ണന് പേടിയൊന്നുമില്ല. പണ്ട് ഇതേപോലെ ഒരു സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത് കൊണ്ട്, മുൻപരിചയം ഉള്ളത് കൊണ്ട് അണ്ണന് പേടിയൊന്നുമില്ല. ആര് വേണേ വാർത്താ സമ്മേളനം നടത്തട്ടെ. വാർത്താ സമ്മേളനമൊക്കെ പെണ്ണുങ്ങളുടെ നമ്മൾ എത്ര കണ്ടതാ. എന്നാലും 5000 രാഷ്ട്രീയമായിട്ട് അങ്ങ് നേരിടും. കുറച്ചു മുമ്പല്ലേ പറഞ്ഞു വ്യക്തിയും രാഷ്ട്രീയ പ്രവർത്തകനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന്. അപ്പൊ ഒരു വ്യക്തി എന്ന നിലയിൽ ഏറ്റ ക്ഷതത്തിനെ രാഷ്ട്രീയമായിട്ട് എങ്ങനെ നേരിടുമെന്നാ പറയുന്നത്? ഇത് എന്നതായി പറയുന്നേ? പത്തനാപുരത്തുകാർക്ക് എന്നെ അറിയാം, 25 കൊല്ലമായിട്ട് എന്നെ അറിയാം, എന്റെ എക്സ്റേ വരെ അവർക്കറിയാം. ഓ അപ്പൊ പിന്നെ ഏതൊക്കെ വാരിയല്ലുകളൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം പത്തനാപുരംകാരോട് ചോദിച്ചാൽ മതി. ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇവരോടൊക്കെ എത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് അവരോട് ചോദിക്കും. ഞാൻ ഇപ്പൊ പത്തനാപുരത്തെ നാട്ടുകാരോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അണ്ണന്റെ സ്നേഹത്തെക്കുറിച്ച്. ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് അതിൽ ആറാടിയ 5000-ഓളം വരുന്ന യാത്രക്കാരികളോട് ചോദിച്ചാലും സ്നേഹത്തിന്റെ തീവ്രതയെ പറ്റി അറിയാൻ സാധിക്കുമല്ലോ അല്ലേ? ചിലരൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് പറയുന്നു, മറ്റു ചിലരെ അടക്കി പിടിക്കുന്നു. ഇനി ഈ യാത്രക്കാരികളെല്ലാം കൂടെ ഇറങ്ങി തിരിച്ചാ ഇവിടുത്തെ മാധ്യമങ്ങളും കേൾക്കാൻ ജനങ്ങളും ഒന്നും തികയാതെ വരുമല്ലോ അണ്ണാ. 5000 ഞാൻ എത്ര സ്നേഹത്തോടെ പെരും, അവരെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നവനാ. വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളിലും അണ്ണൻ കയറി ഇടപെടും അല്ലേ? അപ്പൊ വകുപ്പ് ഇതല്ലായിരുന്നു തരേണ്ടത്. അണ്ണന് വേണ്ടി ഒരു പുതിയ വകുപ്പ് നമുക്ക് രൂപകൽപ്പന ചെയ്താലോ? മുഖ്യദാസന് ഇപ്പൊ തലയ്ക്ക് തീ പിടിച്ചോടുക. ഇപ്പൊ ചെന്ന് ചർച്ച നടത്താൻ പറ്റിയ സമയമാണ് പുതിയ വകുപ്പിനെ പറ്റി. സ്ത്രീ സേവനം എന്നും പറഞ്ഞ് നമുക്കൊരു വകുപ്പുണ്ടാക്കാം. എന്നിട്ട് അണ്ണൻ അതങ്ങ് വിട്ടു തന്നേക്കാം. കാരണം ഈ 1000കണക്കിന് പേരെ ഒന്നിച്ചു വഹിക്കാൻ ട്രെയിൻ കഴിഞ്ഞാൽ പിന്നെ ഒറ്റബോഗി വണ്ടി കാണുന്ന അണ്ണനാ. ഈ നഗറിൽ കാണുന്ന ഏത് റോഡും എല്ലാ റോഡും ക്ലിയറാണ്. ഒന്ന് ഓടിച്ചു നോക്കി. അണ്ണൻ ഓടിച്ചാൽ മതി. അണ്ണനല്ലേ ഡ്രൈവിങ്ങിൽ എക്സ്പേർട്ട്. എല്ലാ റോഡും ക്ലിയർ ആണോ എന്ന് അണ്ണനല്ലേ വണ്ടി ഓടിച്ച് നോക്കാറുള്ളത്. വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി, എല്ലാ റോഡും ക്ലിയറാ, എല്ലാ വീട്ടിലും കുടിക്കാൻ വെള്ളമുണ്ട്. ഒരു കാര്യമില്ല അണ്ണ. വെള്ളം കൊടുത്ത്, റോഡ് കൊടുത്ത്, കിടക്കാൻ പായ കൊടുത്ത്, കാറ്റിന് ഫാൻ കൊടുത്ത്, വീൽ ചെയർ കൊടുത്ത് ഒരു കഥയില്ല. എല്ലാവരുടെയും വീട്ടിൽ കുടിക്കാൻ വെള്ളമുണ്ട്, ശുദ്ധീകരിച്ച വെള്ളം. അതാണ് ഗണേഷ് കുമാർ, അതാണ് ഉർമീസ്. 5000 പേരെ ഒരേ സമയം ഒരു വശത്ത് ഉൾക്കൊള്ളുകയും ചെയ്യും. അതേ സമയം 1-2 പേർക്ക് ശുദ്ധജലം കൊടുക്കാനും കടക്കപ്പാ കൊടുക്കാനും ഒക്കെ നമ്മളെ കൊണ്ട് കഴിയുകയും ചെയ്യും. അതാണ് ഗണേഷ് കുമാർ, അതാണ് ഉർമീസ്. മറ്റതല്ല ഗണേഷ് കുമാർ. ശരി, പറഞ്ഞപ്പോഴാ മറ്റവന്റെ അർത്ഥം ഇപ്പൊ പിടികിട്ടിയത്. ഇപ്പൊ മറ്റേതായി. അവര് സൂഹിക്കട്ടെ, ആസ്വദിക്കട്ടെ. ഇത് തന്നെ ഒരു സുഖമല്ലേ, ഇത് വായിക്കുന്ന ഒരു സുഖം. ആ സുഖം എന്ന് പറയുമ്പോൾ ഉള്ള ഒരു സുഖം, എങ്ങനൊക്കെ മനുഷ്യർക്ക് ഇത്തരം വിഷയങ്ങളിൽ നിന്ന് സുഖം കണ്ടെത്താനാകും എന്ന കാര്യത്തിലും അണ്ണന് കുറെ അറിവുണ്ട് കേട്ടോ. ഇനി അതിനെക്കുറിച്ച് പറയണ. ഗണേഷ് കുമാറും വേറെ നടിയുമായിട്ട് പ്രണയമാണെന്ന് പറഞ്ഞാൽ ആ നടിയെ അറിയാം, ഗണേഷ് കുമാറിനെ അറിയാം. അപ്പൊ ഇമാജിൻ ചെയ്യും, കൊള്ളാലോ. അത് ശരി, രണ്ടുപേര് തമ്മിൽ പ്രണയത്തിലാണ് എന്ന് നമ്മളിങ്ങനെ ഊഹിച്ചുണ്ടാക്കി കഴിഞ്ഞ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്തിച്ചതിൽ സുഖം കണ്ടെത്തുന്ന ഒരു ഏർപ്പാടുണ്ടല്ലേ? അപ്പൊ ആ പരിപാടി ഉണ്ടായിരുന്നു. ഒളിഞ്ഞു നോക്കിയാൽ പലതും കാണാം എന്നൊരു ചൊല്ലുണ്ട്. ചൊല്ലുകളൊക്കെ വളരെ കൃത്യമായിട്ട് വായിലേക്ക് വരുന്നുണ്ടല്ലോ. സാഹചര്യത്തിനും സന്ദർഭത്തിനും ഒക്കെ യോജിച്ച ചൊല്ലുകൾ. ഒളിഞ്ഞു നോക്കിയാൽ പലതും കാണാം അല്ലേ? ഞങ്ങളിപ്പോൾ ഒളിഞ്ഞു നോക്കാതെ തന്നെ പലതും നേരിട്ട് കണ്ടോണ്ടിരിക്കുക. ഒരു കാര്യം ചിലർ പറയുന്നത് 5 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 6ാമത്തെ തെരഞ്ഞെടുപ്പിലാണ് ചുണ്ട് വളരുന്നുണ്ടോ അണ്ണ? അവിടെ എല്ലാ വീടുകളിലും ശുദ്ധജലം കൊടുത്തിട്ടില്ലേ? ആരോടെങ്കിലും ചോദിക്കും ഒരു ചിരട്ട വെള്ളം കിട്ടുമെന്ന്. അങ്ങനൊരു അനാചാരം ഉണ്ടായിരുന്നു. ഇല്ല, അണ്ണൻ ഒരു കുഴപ്പമില്ല. അണ്ണൻ ഇനിയും 10000കണക്കിന് പേർക്ക് സർവീസ് കൊടുക്കാൻ കഴിയും. കൈവിട്ടു പോയോ? എനിക്ക് ജാതി മതമില്ല. ഞാൻ ഇന്ന് വരെ ഒരാളോടും നിങ്ങൾ ഏത് ജാതിയാന്ന് ചോദിച്ചിട്ടില്ല. എൻ്റെ വീട്ടിലൊരു കാര്യത്തിന് വരുന്നത് നിങ്ങൾ ഏത് പാർട്ടിയാന്ന് ചോദിച്ചിട്ടില്ല. അപ്പൊ ജാതിയും മതവും പാർട്ടിയും ഒന്നും നോക്കാതെയുള്ള സർവീസാണ് അണ്ണൻ്റെത്. തൽപര കക്ഷികൾ ബന്ധപ്പെടുക.